a clay has a liquid limit of 60% and a shrinkage limit of 20%. If a specimen of the soil shrinks from the volume of 15,000 mm cube at a liquid limit to 9,000 mm cube at the shrinkage limit, determine the specific gravity of the soil solids. Okay. Now, we given data liquid limit 60%, shrinkage limit 20%. Okay. Liquid limit adinda volume 15,000 meter cube, pinna adu shrink agi adinda volume 90,000 mm cube lotu mari. Appam ingna maarumbolathekku what is the specific gravity endananu choichirikkunnu. Specific gravity of the solids kandupidikkanulla formula aanu G is equal to 1/1/1 divided by shrinkage ratio minus shrinkage limit divided by 100. Okay, ഈ ഫോർമുലനകത്ത് shrinkage limit തന്നിട്ടുണ്ട്, പക്ഷേ ഈ SRൻ്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ അതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ളതിനകത്ത് ന്യൂമറേറ്ററിനകത്ത് VL മൈനസ് VS, VL എന്ന് പറയുന്നത് വോളിയം അറ്റ് ദ ലിക്വിഡ് ലിമിറ്റ് മൈനസ് വോളിയം അറ്റ് ദ shrinkage limit divided by വോളിയം അറ്റ് ദ shrinkage limit divided by liquid limit minus shrinkage limit. അപ്പോൾ ഇതിനകത്ത് വാല്യൂസ് ഒക്കെ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് SR കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഈ ഫോർമുലനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് Gൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് sketch the plasticity chart used for classifying a fine grained soil. Okay, പിന്നെ classify the soil as per the Indian classification system. Percentage of soil finer than 75 micron is this much, 4.75 mm sieve is this much percentage. Liquid limit plasticity index തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വരയ്ക്കാം. ഈ ചാർട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് എക്സ് ആക്സിസിനകത്ത് ലിക്വിഡ് ലിമിറ്റും വൈ ആക്സിസിനകത്ത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും ആണ് എടുക്കുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ചാർട്ടിനകത്ത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കും. ആ ലൈനാണ് നമ്മൾ എ ലൈൻ എന്ന് പറയും. ഓക്കെ, ഇതാണ് എ ലൈൻ. ഈ എ ലൈനിന് മുകളിലുള്ള സംഭവമൊക്കെ നമ്മൾ ക്ലേ എന്ന് പറയും. അതിൻ്റെ താഴെയാണെങ്കിൽ ഓക്കെ, ഈ ലൈന് വരച്ചതിന് ശേഷം നമ്മുടെ സോയിലിൻ്റെ പോയിന്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യത്തില്ലേ. നമുക്ക് ഏത് സോയിലോ ആ സോയിലിൻ്റെ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിസിറ്റി ലിമിറ്റും വെച്ചിട്ട് ഒരു പോയിന്റ് കണ്ടുപിടിക്കും. അപ്പോൾ ആ പോയിന്റ് ഈ ലൈനിൻ്റെ മുകളിലെയാണെങ്കിൽ നമ്മൾ അതിനെ ക്ലേ എന്ന് പറയും. ഓക്കെ, അതിൻ്റെ താഴെയാണെങ്കിൽ ഈ ലൈനിൻ്റെ താഴെയാണെങ്കിൽ അത് നമ്മൾ സിൽറ്റ് എന്ന് പറയും. ഓക്കെ, സിൽറ്റും ഓർഗാനിക് ക്ലേനും നമ്മൾ പറയും. എബോ ആണെങ്കിൽ ക്ലേയും ഇൻഓർഗാനിക്, അതായത് ഇൻഓർഗാനിക് ക്ലേ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ LIHVE ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി ലെവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ CL ഏറ്റവും താഴെ ഉള്ളത് ലോ ആണ്, ഏറ്റവും മുകളിലുള്ളത് എക്സ്ട്രീംലി ഹൈ ആണ്, ഇടയിലുള്ളത് വെരി ഹൈ, ഹൈ ഇൻ്റർമീഡിയറ്റ് ആണ്. ലോ, ഇൻ്റർമീഡിയറ്റ്, ഹൈ, വെരി ഹൈ, എക്സ്ട്രീംലി ഹൈ, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എ ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയാണ് IP is equal to 0.73 WL minus 20 ആണ്. ഓക്കെ, IP is equal to 0.73 WL minus 20. ഈ ഫോർമുല വെച്ചിട്ടാണ് ഈ എ ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഈ ലിക്വിഡ് ലിമിറ്റ് 35ൻ്റെ താഴെയാണെങ്കിൽ ലോ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, 35 to 50 ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റും 50ൻ്റെ മുകളിലുള്ളത് നമ്മൾ ഹൈയും ആണ് എടുക്കുന്നത്. ഓക്കെ, 35 പിന്നെ 50ൻ്റെ മുകളിലുള്ളത് ഹൈ. ദിസ് ഇസ് ലോ, ദിസ് ഇസ് ഇൻ്റർമീഡിയറ്റ് ആൻഡ് ദിസ് ഇസ് ഹൈ, എക്സ്ട്രീംലി ഹൈ, വെരി ഹൈ, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്തുവാ, ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും തന്നിട്ടുണ്ട്. ലിക്വിഡ് ലിമിറ്റ് എത്രയാണ്, 28% ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 12 ആണ്. അപ്പോൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എ ലൈനിൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ ലെവൽ ഓഫ് പ്ലാസ്റ്റിസിറ്റി എന്തുവാ, ലോ ആണ്. പിന്നെ ഇത് ഇൻഓർഗാനിക് ക്ലേ ആണ്. അപ്പോൾ ലോ പ്ലാസ്റ്റിക് ഇൻഓർഗാനിക് ക്ലേ എന്നാണ് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പെർസെൻറ്റേജ് ഓഫ് ഫൈനർ 75 മൈക്രോൺ 4.75 mm വെച്ചിട്ട് ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമിൽ അത് ഏതാണെന്ന് വരുന്നതെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അത് ഇപ്പം നോക്കാം. ഓക്കെ, അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷനകത്ത്
എങ്ങനെയാണ് അവർ പിരിക്കുന്നതെന്ന് വെച്ചാൽ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ, ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്നാണ്. ഈ കോഴ്സ് ഗ്രെയിൻ സോയിൽ എന്ന് പറയുന്നത് വിച്ച് ഈസ് പാസിങ് ത്രൂ 4.75 mm സീവിനാണ്. ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുന്നത് 75 മൈക്രോണിനകത്ത് പോകുന്ന ആ സീവിനകത്ത് പോകുന്നതൊക്കെ നമ്മൾ ഫൈൻ ഗ്രെയിൻ സോയിലിനാണ് പിരിക്കുന്നത്. ഓക്കെ, ഈ ഫൈൻ ഗ്രെയിനിനകത്ത് നേരത്തെ നമ്മൾ നോക്കിയില്ലേ, ക്ലേ, ലോ ഇനോർഗാനിക് ക്ലേ, ഇൻ്റർമീഡിയറ്റ് ഇനോർഗാനിക് ക്ലേ, ഹൈ ഇനോർഗാനിക് ക്ലേ, ലോ ഓർഗാനിക് സിൽറ്റ്, ഇൻ്റർമീഡിയറ്റ് ഓർഗാനിക് സിൽറ്റ്, ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ ഗ്രെയിനിന് സിമ്പിളാണ്. അത് പ്ലാസ്റ്റിസിറ്റി ചാർട്ടിനകത്ത് വരുന്ന ആ സംഭവം തന്നെ നമുക്ക് ഫൈൻ ഗ്രെയിൻ സോയിലിനകത്ത് വരും. ലിക്വിഡ് ലിമിറ്റേഴ്സ് ലെസ് ദാൻ 35% ആണെങ്കിൽ ലോ പ്ലാസ്റ്റിക്, 35 to 50 ആണെങ്കിൽ മീഡിയം പ്ലാസ്റ്റിക്, ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ ഹൈ പ്ലാസ്റ്റിക്. ഓക്കെ, ആ ഇക്വേഷൻ ലൈന് എ ലൈൻ എങ്ങനെയാണ് എഴുതുന്നത്? IP is equal to 0.73 into WL minus 20. ഇത് ലിക്വിഡ് ലിമിറ്റ് തരുവാണെങ്കിൽ, ഇൻ കേസ് അവർ പ്ലാസ്റ്റിക് ലിമിറ്റും ലിക്വിഡ് ലിമിറ്റും മാത്രം തരുവാണെങ്കിൽ നമുക്കും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, IP is equal to LL, ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, ആ ലൈനിൻ്റെ മുകളിലുള്ള സംഭവമൊക്കെ നമ്മൾ ക്ലേ എന്ന് പറയും, അതിൻ്റെ താഴെയാണെങ്കിൽ സിൽറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കോഴ്സ് ഗ്രെയിനിലോട്ട് വരാം. കോഴ്സ് ഗ്രെയിനകത്ത് ഈ 4.75 mm മൈക്രോണിനകത്ത് 4.75 mm സീവിനകത്ത് റീറ്റെയിൻ ചെയ്യുന്നതും പാസ് ചെയ്യുന്നതും. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മുടെ കണ്ടീഷൻ എന്തുവാ? പാസിങ് ത്രൂ 4.75 mm സീവ് 73%. അപ്പോൾ പാസിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പം നമുക്ക് ഇതല്ലേ വരത്തുള്ളൂ. അപ്പം ഇതിനകത്ത് സാൻഡൻ നമ്മൾ കണ്ടുപിടിച്ചു, യെസ്. ഓക്കെ, എസ്സിനകത്ത് W ആണോ P ആണോ M ആണോ C ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഫൈനർ 75 മൈക്രോണസ് 15% ആണ്. 15% എന്ന് പറയുമ്പോൾ ഇത് ലെസ് ദാൻ 5, ഇത് ലെസ് ദാൻ 5, ഇതാണ് ഗ്രേറ്റർ ദാൻ 12 വരുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് വരുന്നത്, ക്ലേയും സിൽറ്റും ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏതാ നമ്മൾ എടുക്കേണ്ട? പിന്നെ ഏതാ വെച്ചാൽ കണ്ടുപിടിക്കേണ്ട? IP വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. IP നമുക്ക് ഇവിടെ 12 ആണ്, ഇവിടെ 7ൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ SC ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആൻസർ SC. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.